നമസ്കാരം. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലാണ് നിൽക്കുന്നത്. ഏറെ പ്രതീക്ഷകളോടുകൂടി റോഡിൻ്റെ ഇരുവശങ്ങളിലും ഒരുപാട് പേര് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തൃശ്ശൂരിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്ന്, ഓണത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷങ്ങളിലെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ് പുലിക്കളി. ഏകദേശം 200 വർഷത്തോളം പഴക്കമുള്ള ഈ പുലിക്കളിക്ക് തൃശ്ശൂർ തന്നെ 50 വർഷത്തിലധികം പഴക്കമുണ്ട്. സ്ഥിരമായി പുലിക്കളി നടത്തുന്നൊരു പ്രധാന സ്ഥലമാണ്. ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ തവണ നടത്തുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുലിക്കളി ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച തന്നെ കുറച്ച് നാൾ നീണ്ടു നിന്നു. പക്ഷേ ഒരു വർഷം ഈ തവണത്തെ പുലിക്കളി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ, ഒരുപാട് ദേശങ്ങളുടെ ഒരു കരുതലാണ് ഇവിടെ നിന്ന് കാണാൻ പോകുന്നത്. ഏകദേശം 300ഓളം പുലികളാണ് ഇന്നിപ്പോൾ എത്താൻ പോകുന്നത്. രണ്ട് വശത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയുടെ, കോർപ്പറേഷൻ്റെ ആശുപത്രിയുടെ മുമ്പിലാണ്. അതായത് പാലക്കാട് ദിശയിൽ നിന്നും വരുന്നവർ കയറി വരുന്ന ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും എല്ലാ തൃശ്ശൂർ റൗണ്ടിലേക്ക് വരുന്ന എല്ലാ പ്രധാന വഴികളിലും ഇപ്പോൾ പോലീസ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നടന്നാണ് വരാൻ കഴിയുക. ഏകദേശം 5 മണി ആയി. ഇപ്പോൾ സമയം 5:30യോടുകൂടി തന്നെ എല്ലാ ഭാഗത്തു നിന്നും പുലികൾ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഇരിക്കുന്നത്. പ്രധാനമായും 7 ദേശങ്ങളിൽ നിന്നാണ് പുലികൾ ഈ പ്രാവശ്യം ഇറങ്ങുന്നത്. കേരളവർമ്മ, ശങ്കരൻകുളങ്ങര, ചക്കാമുക്ക് ദേശം, സീതാറാം ദേശം, പാട്ടുരായ്ക്കൽ, വിയ്യൂര് യുവജന സമാജം, വിയ്യൂര് ദേശം എന്നീ ദേശങ്ങളിൽ നിന്നാണ് പുലികൾ എത്തുന്നത്. അപ്പോൾ തൃശ്ശൂരിൻ്റെ നഗരത്തിൻ്റെ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് കാത്തിരിക്കുകയാണ് പുലികൾ ഇറങ്ങുന്നത്. നമ്മുടെ ചാനലിലൂടെ, തൃശ്ശൂർ അപ്ഡേഷൻ ചാനലിലൂടെ നിങ്ങൾക്കും നല്ലൊരു ദൃശ്യവിരുന്ന് കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദേശങ്ങളുടെയും ഒരു പുലിക്കളി നമുക്ക് കാണാം. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക.